പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 42ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നുള്ള അനിലയുടെയും കുടുംബത്തിൻ്റെയും വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് അനില, ഇതെൻ്റെ ഹസ്ബൻഡ് ജോയൽ, ഇത് ഞങ്ങളുടെ മകൾ ഹെദർ. ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃപാസന മാതാവിനെ പറ്റി കേട്ടറിവ് മാത്രമുള്ള ഒരു കുടുംബത്തിലേക്ക് ജീവിതത്തിൻ്റെ ഒരു നിർണായക നിമിഷത്തിൽ ദൈവമാതാവ് നേരിട്ട് സഞ്ചരിച്ചെത്തിയ ഒരു സാക്ഷ്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68-ാം തിരുവചനം അനുസരിച്ച് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ച ഒരു വലിയ ദൈവിക ഇടപെടലാണിത്. അനില സാക്ഷ്യം പറയുന്നത് ഇപ്രകാരമാണ്. അനിലയുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് BP ഒരു 11 വരെ താന്നു പോകുന്ന, അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടൊരവസ്ഥയിൽ വെന്റിലേറ്ററിൽ ആക്കിയിരിക്കുന്ന ഈ ഭർത്താവിനെ രക്ഷിക്കാൻ ദൈവമാതാവ് തൻ്റെ സന്ദർശനം വഴിയൊരുക്കിയൊരു വലിയ സാക്ഷ്യപ്രകാരമാണ്. 2024 മെയ് 17 എൻ്റെ ഭർത്താവ് വളരെ ക്രിട്ടിക്കലായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. അന്നേ ദിവസം ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല, വന്നാൽ തന്നെ അത് ഏതവസ്ഥയിലായിരിക്കും വരിക എന്നറിയില്ല. അങ്ങനെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇങ്ങനെ വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന ഭർത്താവിൻ്റെ ഈ ICUയുടെ മുമ്പിൽ ബെഞ്ചിലിരിക്കുന്ന ഈ മകള് ഒരു 2:45 മണിയോട് കൂടിയിട്ട് രാത്രി സമയമാകുമ്പോൾ ഈ മകളുടെ അടുത്തേക്ക് പരിശുദ്ധ ദൈവമാതാവ് കടന്നു വരികയാണ്. അന്ന് ഞാൻ വളരെ പകച്ചു നിന്നൊരു നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കുന്ന ആദ്യത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയിട്ടുണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ഓർമ്മ വരുന്നത് 91-ാം സങ്കീർത്തനം മാത്രമായിരുന്നു. അത് ഞാൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അന്നേ ദിവസം രാത്രി ഒരു 2:45 ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ മകള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമ്മ ചുരിദാറാണ് ധരിച്ചിരുന്നത്, അമ്മയുടെ കഴുത്തിൽ ഒരു ജപമാല ഉണ്ടായിരുന്നു, കയ്യിൽ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഈ മകളോട് പറയുകയാണ്, ഇതാരാണെന്ന് അറിയാമോ? കൃപാസനത്തിനെ പറ്റി എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല. ആകെ മാതാവിനെ അറിയാം, കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അറിയാം എന്നുള്ള രീതിയിൽ തലയാട്ടി. ഒന്നും തിരിച്ചു പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നീ ഭർത്താവിൻ്റെ അടുത്ത് കയറുമ്പോൾ ഈ കാശുരൂപം, കൃപാസന മാതാവിൻ്റെ കാശുരൂപം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തൊട്ട് പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മുടെ കൃപാസനത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവമാതാവിൻ്റെ വലിയ കയ്യൊപ്പുണ്ട്, ദൈവപിതാവിൻ്റെ വലിയ നിർദ്ദേശമുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു സാക്ഷ്യം കൂടിയാണിത്. കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ കൃപാസനത്തിൽ നിന്ന് നിങ്ങൾക്ക് മരിയൻ ഉടമ്പടി വഴി നൽകുന്ന ഈ ഒരു കാശുരൂപം ഇത് നിങ്ങളുടെ ആധാരമാണ്. പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങൾക്ക് എവിടെയെല്ലാം നിങ്ങൾ കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവോ, പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ നേരിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ഇടങ്ങളിലേക്കും ഈ കാശുരൂപം ഏന്തി വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാനത്തിലുടനീളം ഈ മരിയൻ ഉടമ്പടി തുടങ്ങിയ കാലം തൊട്ട് നമ്മളോട് പറയുന്നതാണ്. ഈ അമ്മയും പരിശുദ്ധ ദൈവമാതാവും പറയുന്നത് പ്രകാരമാണ്, ഈ കാശുരൂപം നിന്റെ ഭർത്താവിൻ്റെ ദേഹത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇപ്രകാരമാണ്. 2:45 പരിശുദ്ധ അമ്മ തൻ്റെ സന്ദർശനം വഴി മാതാവ് ഈ മകൾക്ക് സ്വയം വെളിപ്പെടുത്തുന്നു. 3 മണി മുതൽ 4 മണി വരെ ഈ ICUയുടെ മുമ്പിൽ ഈ മകൾ മുട്ടിമേൽ നിന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി പൂർത്തിയാക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പതിവ് പോലെ ഈ രോഗിയുടെ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഡോക്ടർ പതിവ് പോലെ ഒന്ന് പറയുകയാണ്,
ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, കാരണം ആന്തരിക അവയവങ്ങളൊക്കെ പതുക്കെ ഡാമേജ് ആയി പോകും, ജീവിതത്തിലേക്ക് ഒരു റിക്കവറി പൂർണ്ണ ആരോഗ്യത്തോടെ സാധ്യമല്ല എന്നുള്ള ആ ഒരു പതിവ് സംഭാഷണം ഡോക്ടർ വീണ്ടും പറയും. പക്ഷേ അന്ന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് സന്ദർശിച്ച് ഈ മകൾക്ക് വല്ലാത്തൊരു ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം കിട്ടുകയാണ്. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിനുശേഷം എനിക്കൊരു തരി പോലും ഭയം തോന്നിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഡോക്ടർ വന്ന് പറഞ്ഞു വീണ്ടും ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു. പക്ഷെ അപ്പോൾ പോലും എനിക്കൊരു ഭയം തോന്നിയില്ല. എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് തന്നു. അന്ന് മാതാവ് ധൈര്യം തന്നു. പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ള വലിയ ആത്മധൈര്യം ഈ മകൾക്ക് കിട്ടി. പുറപ്പാട് 33:14 അനുസരിച്ച് ഈ ഒരു വലിയ മരിയൻ സാന്നിധ്യം ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ മകൾ അനുഭവിച്ചറിയുകയാണ്. ജോഷുവ 3:50 അനുസരിച്ച് ശക്തനും ധീരനുമായിരിക്കാനുള്ള വലിയൊരു ആത്മധൈര്യം ഈ മകൾക്ക് കിട്ടുകയാണ്. അപ്പോൾ പിന്നീടുണ്ടായ സംഭവങ്ങൾ വൈദ്യശാസ്ത്രത്തെ ഞെട്ടിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഈ ഹസ്ബൻഡ് വെന്റിലേറ്ററിൽ നിന്ന് റിക്കവർ ആവുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ പിന്നീട് വീട്ടിൽ വരാൻ സാധിക്കുകയും ചെയ്തു. ഇത് വൈദ്യശാസ്ത്രത്തിന് നടക്കാത്തത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേരിട്ടുള്ള ഒരു സന്ദർശനം വഴി നടന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകള് മരിയൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഈ മകൾ പറയുന്ന ഇപ്രകാരമാണ്: ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞ് ഉള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ കൃപാസനത്തെ പറ്റിയും കൃപാസന മാതാവിനെ പറ്റിയൊക്കെ. പക്ഷേ ഈ മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ ദൈവമാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾ പറഞ്ഞൊരു വാക്കുണ്ട്: എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. ആരോഗ്യം തിരിച്ചു കിട്ടിയ ഭർത്താവിനെയുമായിട്ടാണ് ഈ മകള് ഈ അത്ഭുത സാക്ഷ്യം ഈ സമയം അൾത്താരയിൽ പറയുന്നു. വീണ്ടും ഈ മകള് പറയുന്നുണ്ട്: പിന്നെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, എൻ്റെ ചേച്ചീനോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ തുടങ്ങി. ഞാൻ ആദ്യം ലൈറ്റൽ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് പോരാ, ഞാൻ ഉടമ്പടി എടുക്കണം. കാരണം ഞാൻ ഉടമ്പടിയിൽ എടുക്കാതെ തന്നെ മാതാവ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നെക്കൊണ്ട് കഴിയാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ആ ഉടമ്പടി ഫോളോ ചെയ്തു പോന്നു. പിന്നീടും ആ മകൾക്കുള്ളിലൊരു കുറ്റബോധമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവ്, സ്വർഗത്തിലിരിക്കുന്ന ദൈവമാതാവ് നേരിട്ട് 2:45 മണിയായപ്പോൾ സന്ദർശിച്ചതിന് ഞാൻ ഇപ്രകാരം ഒന്ന് ചെയ്താൽ പോരാ, ഇവിടെ വന്ന് തന്നെ ഉടമ്പടി എടുക്കണം. അപ്പം ഈ മകള് ഉള്ളിൽ പറയുകയാണ്. പിന്നെ മൂന്നാഴ്ചയ്ക്ക് ശേഷം റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അന്ന് ഒരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും, ഒരു ദിവസം അഡ്മിറ്റ് ആവണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞു വിട്ടത്. അപ്പോൾ വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ ഈ മകള് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ഡോക്ടർ ഇങ്ങനെ പറയണ്ട, അതായത് ഈ ഒരു ഇൻ്റർവെൻഷൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയണം. ഇതാണ് ഈ മകളുടെ മനസ്സിൽ നിയോഗം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വന്ന്, വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്നാണ് ഈ മകൾ മനസ്സിൽ പറയുന്നത്. ആ മകളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവമാതാവ് വീണ്ടും കേൾക്കുന്നു. അന്ന് റീചെക്കപ്പിന് പോയപ്പോൾ ഫോളോ അപ്പിന് പോയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി ആ ഒരു ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഭർത്താവ് പൂർണ്ണ സൗഖ്യവാനായിരിക്കും. പിന്നീട് ഈ മകൾ പറയുന്നുണ്ട്, ആക്സിഡൻറ്റിനെ തുടർന്ന് ഹസ്ബൻഡിൻ്റെ ജോലിയുടെ വിഷയം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഒരു പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ച്, അതായത് നിയമാവർത്തനം 8:3 തിരുവചനം അനുസരിച്ച് അജ്ഞാത മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോൺ കോൾ വിളിച്ചിട്ടാണ് മാതാവ് ഒരു ജോലി ഈ ഹസ്ബൻഡിന് ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വീട് ശരിയാകാനുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് മാതാവ് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു വീട്, അതും അവിടെ കിട്ടാവുന്നതിലും കുറഞ്ഞൊരു വാടകയ്ക്ക് മാതാവ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നു. വീണ്ടും ഡാനില എന്ന ഈ മകള് പറയുന്നത് പ്രകാരമാണ് തൻ്റെ മകൾക്ക് സ്വന്തം മകൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങൾ. കൃപാസനത്തില് മരിയൻ ഉടമ്പടി എടുത്തു പോകുന്ന ഈ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് കിട്ടുന്ന വലിയ വലിയ ദൈവാനുഭവങ്ങളാണ്. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ സ്വന്തം ചേച്ചി ഇപ്രകാരം പറയേണ്ടത്, എന്നും സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മരിയൻ ഉടമ്പടി പുതുക്കാൻ നേരത്ത് നിങ്ങൾക്കറിയാം ഉടമ്പടി തൈലം കിട്ടും. അപ്പോൾ ഈ ഉടമ്പടി തൈലം എല്ലാം ചേച്ചി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു.
അപ്പോൾ ചേച്ചിക്ക് ഒരു ദിവസം തോന്നി ഇതൊക്കെ കുഞ്ഞുങ്ങളെ അപ്ലൈ ചെയ്ത് വിടണം, വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു, ഇങ്ങനെ ഈ ഉടമ്പടി തൈലം തേച്ച് കുഞ്ഞുങ്ങളെ യാത്രയാക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വരുമ്പോൾ അവിടെയുള്ള എല്ലാ അസുഖവും വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഈ അമ്മയും പറയുന്ന പ്രകാരമാണ്, ഉടമ്പടി തൈലം തേച്ച് ഈ മകളെ കിടത്തിയ പിറ്റേ ദിവസം തന്നെ, അന്ന് രാത്രി മുഴുവൻ ഈ മകൾക്ക് കഫക്കെട്ട് കൂടിയിട്ട്, ഈ അനിലയുടെ മകൾക്ക് കഫക്കെട്ട് കൂടിയിട്ട് ഉറങ്ങാൻ പറ്റാത്ത, ഒരു ശ്വാസം കിട്ടാത്തൊരവസ്ഥയൊക്കെയായിരുന്നു. പല മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിച്ചത് കൊടുത്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ മകള് വിശ്വാസപ്രമാണം ചൊല്ലി ഈ ഉടമ്പടി തൈലം പ്രയോഗിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു നോർമൽ ചൈൽഡ് എങ്ങനെയാണ് ശ്വസിക്കുന്നത്, ഈ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒറ്റ രാത്രി കൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് ആ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. വീണ്ടും ഇപ്രകാരം പറയുന്നുണ്ട്, പിന്നെ ഒരിക്കൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. ഈ 4 വിരലും ചതഞ്ഞ പോലെയായിരുന്നു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൃപാസന ഉപ്പും തേനും നാവിൽ വെച്ച് കൊടുത്തു. നീര് ആദ്യം ചെറുതായിട്ടൊന്ന് വന്നു. 1 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഒരു നീരുമില്ല, ഒരു പാടുപോലും ഇല്ലാതെ മാതാവ് സൗഖ്യമാക്കി തന്നു. ഇപ്രകാരം ഈ ഒരു സാക്ഷ്യം നമ്മൾ വിലയിരുത്തുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ഇപ്രകാരമാണ്. അതായത് തൻ്റെ ജനവുമായി, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഉടമ്പടിയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവിക സ്നേഹ പദ്ധതിയായിട്ടാണ് ഈ ഒരു സാക്ഷ്യം എനിക്ക് മനസ്സിലായത്. കാരണം ഈ അനില എന്ന മകൾക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, കൃപ വന്ന് നിറയാനുള്ള. കൃപയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കൃപ വന്ന് നിറയാൻ എപ്പോഴും നമുക്കൊരു കണ്ടെയ്നർ വേണം. അതിന് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമുക്കൊരു ചേഞ്ച് വേണം. അതായത് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ, ഗ്രേസ് ഓൾവേസ് ബിൽഡ്സ് അപ്പോൺ നേച്ചർ. ഒരുവൻ്റെ പ്രകൃതിയിലാണ് കൃപ എപ്പോഴും ഉണ്ടാകപ്പെടുന്നത്, അതുമല്ലെങ്കിൽ വന്ന് നിറയപ്പെടുന്നത്. പരിശുദ്ധ ദൈവമാതാവിനെ ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്തത് ഇപ്രകാരമാണ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ കൃപ നിറഞ്ഞവൾ എന്ന് വിളിക്കുന്നത്? കാരണം ദൈവിക പദ്ധതികളോട്, ദൈവിക സന്ദേശങ്ങളോട് ഒട്ടും തന്നെ ഒരു അവിശ്വാസമില്ലാതെ, അതുമല്ലെങ്കിൽ ചഞ്ചലിപ്പില്ലാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വചനം നടപ്പിൽ വരുത്താനുള്ള ഒരു ദൈവസ്നേഹ തീക്ഷ്ണത ദൈവമാതാവിനുണ്ടായിരുന്നു. അതാണ് തുടർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറയുന്നതും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഈ ഒരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ നടപടിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വചനമാണ് മത്തായി 5:47. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു വചനമാണ്. അതായത് വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വചനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ജോമോളെ, കഠിന വചനങ്ങൾ നടപ്പിൽ വരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൃപ ലഭിക്കുന്നത്. കഠിന വചനങ്ങൾ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മംഗളവാർത്ത സന്ദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു സദ്വാർത്ത, അതുമല്ലെങ്കിൽ ഒരു സുവിശേഷമാണ്. പക്ഷേ പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സദ്വാർത്ത ആയിരുന്നില്ല. കാരണം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദൂതൻ മറുപടി പറയുന്ന പ്രകാരമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. അപ്പോൾ പുരുഷനെ അറിയാതെ ഗർഭിണിയായ ഒരു യഹൂദ സ്ത്രീക്ക് നേരിടാനിരിക്കുന്ന എല്ലാ അപവാദങ്ങളെക്കുറിച്ചും ഫുള്ളി കോൺഷ്യസ് ആയിട്ടുള്ള, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന കൃപ നിറഞ്ഞവളായ ദൈവമാതാവ് ആ ഒരു കുരിശിന്റെ വചനത്തോട് പറയുന്നൊരു ഉത്തരമുണ്ട്. എന്താണത്? ലൂക്ക 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ കഠിന വചനങ്ങള്, കുരിശിന്റെ വചനങ്ങള് ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ വലിയൊരു കൃപയുടെ രക്ഷാകര അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശേഷവിധിയായിട്ട് ചെയ്യുന്നതിൻ്റെ
ഏറ്റവും ഒരു എപ്പിക്, അതുമല്ലെങ്കിൽ ഒരു അപ്പെക്സ് എന്ന് പറയുന്നത് ഈ ഒരു വചന നടപടിയാണ്. ഇവിടെ ഈ മകള്, അനില എന്ന മകള് പറയുന്നുണ്ട്, 2:45 സമയം ഇതേപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മകൾ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കുദാശയിലൂടെ ഒന്നായ ഒരു മകൾക്ക് ജന്മം നൽകിയ ഈ ഒരു യുവതിയായ ഒരു അമ്മയാണ്. അപ്പോൾ തൻ്റെ ഭർത്താവിനെ ഈ ഒരു അകാലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഇങ്ങനെ ചങ്ക് പൊടിഞ്ഞിരിക്കുന്ന സമയത്താണ് ദൈവമാതാവിൻ്റെ വലിയ സന്ദർശനത്തിലൂടെ ഒരു വചനം കൈമാറപ്പെടുന്നത്. അത് ഇപ്രകാരമാണ്: 1, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. 2, ഈ കാശിരൂപം മാതാവ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കാശിരൂപം തൊട്ട് പ്രാർത്ഥിക്കണം, ഭർത്താവിനെ തൊട്ട് പ്രാർത്ഥിക്കണം. ഈ മകള് ആ സമയം ആ ഒരു കഠിന വചനം നടപ്പിൽ വരുത്തുകയാണ്. എന്താണ് അവൾ ചെയ്തത്? അനില എന്ന മകൾ ആ സമയം തന്നെ അവിടെ മുട്ടിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനം പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ മകൾ മുട്ടിൽ നിന്ന് 1 മണിക്കൂർ പറയുന്നുണ്ട്, 3 to 4, 3 മണി മുതൽ 4 മണി വരെ ഞാൻ ആ ജപമാല പൂർത്തിയാക്കിയെന്ന്. അവിടെയാണ് ആ മകൾക്ക് വലിയൊരു രക്ഷാകര അനുഭവം കിട്ടിയത്. പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡിൽ തന്നെ ദൈവമാതാവായി പരിശുദ്ധമ്മ ഉയർത്തപ്പെടുകയാണ്. അതാണ് എലിസബത്തിൻ്റെ സന്ദർശന വേളയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അതെ, കഠിന വചനങ്ങള്, കുരിശിൻ്റെ വചനങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ സാധാ ഒരു ജീവിത സാഹചര്യത്തിൽ നിങ്ങളൊരു വചനം നടപ്പിൽ വരുത്തുന്നതിനേക്കാൾ 1000 മടങ്ങ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ അനിലയുടെ സാക്ഷ്യത്തിലൂടെ ഈശോ നീ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു എങ്ങനെയാണ് കുരിശിൻ്റെ സമയത്ത്, ജീവിത പ്രതിസന്ധികളുടെ സമയത്ത് കഠിന വചനങ്ങൾ സുവിശേഷ വിഹിതമായി നടപ്പിൽ വരുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് അത് കാണിച്ചു തന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവപിതാവിനോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം കുരിശുകളിലൂടെ, ഞങ്ങൾക്കൊക്കെ താങ്ങാനാവാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. ഈ സമയത്തെല്ലാം നിന്റെ സന്ദർശനം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ദൂതനെ, അതുമല്ലെങ്കിൽ വ്യക്തികളെ ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഇടത്തേക്ക്, നിത്യതയിലേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ കൃപയാകണമേ, മനസ്സാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.